ഈ ഓപ്പൺനെസ് പല രീതിയിൽ ഇതൊരു സ്പെക്ട്രമാണ്. ഹൈ ഓപ്പൺനെസ് മുതൽ ലോ ഓപ്പൺനെസ് വരെയുള്ള ഈ സ്പെക്ട്രത്തിനകത്ത് ഉള്ള ഒരു അടിസ്ഥാന വ്യക്തിത്വ ഗുണമാണ് ഓപ്പൺനെസ്. ഈ ഓപ്പൺനെസ് കൂടിയ ആളുകൾക്ക് എപ്പോഴും പുതിയ എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ അവർക്ക് പുതിയ സ്ഥലങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടാകും, പുതിയ തരം പാട്ടുകൾ കേൾക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകും, പുതിയ വാക്കുകൾ പഠിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാകും. അങ്ങനെ പല രീതിയിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ ആശയങ്ങൾക്ക് അവരെപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പൊതുവിൽ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കും. കാരണം അവർ വളരെ റിസപ്റ്റീവാണ്. അവർ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയായിരിക്കും. ഈ കൗതുകം ലേശം കൂടുതല എന്ന് പറയുന്ന സിനിമാ ക്യാരക്ടർ ശരിക്കും സൂചിപ്പിക്കുന്നത് ഓപ്പൺനെസ്സിന് കൂടുതലുള്ള ഒരു ക്യാരക്ടറിനെയാണ്. അതായത് അവർക്ക് എപ്പോഴും ക്യൂരിയോസിറ്റി ഉണ്ടാവും പുതിയ കാര്യങ്ങൾ അറിയാൻ. എന്നാൽ കോൺഷ്യസ്നെസ് കുറഞ്ഞ ആൾക്കാരിലേക്ക് വരുമ്പോൾ അവർ പിന്തുടർന്നു വരുന്ന രീതി തന്നെ അതേപടി തുടരാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. അവർ ശരിയെന്ന് കരുതുന്ന കാര്യങ്ങളെ ശരിയെന്ന് തന്നെ കരുതി മറ്റൊന്നും അംഗീകരിക്കാതെ മുമ്പോട്ട് പോകുന്ന പ്രവണതയുണ്ട്. പൊതുവെ യാഥാസ്ഥിതികത എന്നൊക്കെ നമ്മൾ പറയുന്ന മാനസികാവസ്ഥ, അത് ശരിക്കും ഓപ്പൺനെസ് കുറവാണ് എന്നതിന്റെ ഒരു സൂചനയാണ്. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പുതിയ വാക്കുകളും പുതിയ ആശയങ്ങളും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ പൊതുവിൽ അവരത്ര ക്രിയേറ്റീവ് ആയിരിക്കില്ല. നമ്മൾ പൊതുവെ ക്രിയേറ്റീവ് എന്ന് വിളിക്കുന്ന ആളുകളെല്ലാം ഈ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും പുതുമ തേടുന്ന ഒരു മനോവിചാരമാണ്. അപ്പോൾ പൊതുവിൽ ഓപ്പൺനെസ് ഉള്ള ആൾക്കാരാണ് വളരെ ക്രിയേറ്റീവായിട്ടും ആർട്ടിസ്റ്റിക് ആയിട്ടും ഒക്കെ പെരുമാറുന്നത്. അവരുടെ മനസ്സിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ വരും. കാരണം അവർ പുതിയ ആശയങ്ങളോട് തുറന്ന സമീപനം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓപ്പൺനെസ്സിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം ഇതാണ്, നമ്മൾ പുതിയ എക്സ്പീരിയൻസസിന് എപ്പോഴും ഓപ്പൺ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, മറ്റേ എൻഡിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ താല്പര്യമുള്ള, അവരവരുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങാൻ താല്പര്യമുള്ള ആളുകൾ. അപ്പൊ ആ ഓഷ്യൻ എന്ന് പറയുന്ന 5 പേഴ്സണാലിറ്റി ട്രേറ്റുകളിലെ ആദ്യത്തെ ഓപ്പൺനെസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി